ഹലോ ഫ്രണ്ട്സ്, ഫോട്ടോഷോപ്പിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പ്രയോജനപ്രദമായ ഒരു ചെറിയ എഫക്റ്റ് ഒന്ന് പ്രതിപാദിക്കാൻ ശ്രമിക്കുകയാണ്. ഇതാ ചില ഗ്രീറ്റിംഗ് കാർഡുകളിലും മറ്റും അക്ഷരങ്ങൾക്ക് മുകളിലും മറ്റും ഇങ്ങനെ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇതാ ഇതുപോലെ ഗ്ലോയിങ് സ്റ്റാർസ്. ഇത്തരം നക്ഷത്രങ്ങൾ പലയിടത്തും ഉപയോഗിച്ച് കാണാറുണ്ട്. കണ്ട, ഈ നക്ഷത്രങ്ങളെ വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ നിർമ്മിക്കാൻ കഴിയുന്നുള്ള ഒരു ചെറിയ ട്യൂട്ടോറിയൽ. ആദ്യമായി ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നു, പുതിയ ഫയൽ വിളിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സൈസിൽ ഒരു ഫയൽ വിളിക്കാം. അതിന് ഗ്ലോയിങ് സ്റ്റാർസ് എന്ന് ഞാൻ പേര് കൊടുക്കുകയാണ്. സൈസൊക്കെ തൽക്കാലം ഇങ്ങനെ തന്നെ കിടന്നോട്ടെ. അതിനെ ഒരു നിറം നമുക്ക് ഫില്ല് ചെയ്യാം ആ ക്യാൻവാസിലേക്ക്. എഡിറ്റ്, ഫിൽ, ബ്ലാക്കോ ഒക്കെ ഫില്ല് ചെയ്യാം. കുറച്ച് സ്റ്റാർ നക്ഷത്രമായതുകൊണ്ട് ഞാനൊരു ഡാർക്ക് വയലറ്റ് നിറം പശ്ചാത്തലത്തിന് വേണ്ടി ഇവിടെ ഫില്ല് ചെയ്യുന്നു. ഇനി ചെയ്യുന്നത്, നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ലെയർ വിളിക്കുന്നു. പുതിയ ലെയർ വിളിക്കാൻ പല വഴികളുണ്ട്. അതിലൊന്ന് ലെയർ പാലറ്റിന് ഏറ്റവും താഴെയായിട്ട് വലതുവശത്തുനിന്ന് രണ്ടാമത്തെ ഐക്കൺ ക്രിയേറ്റ് ന്യൂ ലെയർ എന്നുള്ളത് ഓപ്പൺ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മെനു ബാറിൽ ലെയറിൽ പോയിട്ട് ന്യൂ ലെയർ അല്ലെങ്കിൽ ഷിഫ്റ്റ് കൺട്രോൾ എൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ലെയർ ഉണ്ടാവും. ഞാനിവിടെ ലെയർ പാലറ്റിലെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പുതിയ ലെയർ ഉണ്ടാക്കി. അതിന് ലെയർ 1 എന്ന് തനിയെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ആ ലെയറിലാണ് നമ്മുടെ ജോലി ആരംഭിക്കുന്നത്. അതിനായിട്ട് ഒരു കളർ പാലറ്റിൽ ഫോർഗ്രൗണ്ട് കളർ വെള്ള ആക്കിക്കൊണ്ട് ഒരു ബ്രഷ് എടുക്കുന്നു. സോഫ്റ്റ് ബ്രഷ്, ടൂൾ പാലിൽ നിന്നും ഒരു ബ്രഷ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഓപ്ഷനിൽ ഒരു സോഫ്റ്റ് ബ്രഷ് എടുക്കുന്നു. അതിൻ്റെ സൈസ് ഒരു 3 പിക്സലാക്കി നമ്മൾ വെക്കുന്നു, അല്ലെങ്കിൽ 2 പിക്സലാക്കി വെക്കുന്നു. ഒരു ചെറിയ ബ്രഷ് എടുക്കുക. ഓക്കെ, എന്നിട്ട് ഒപ്പാസിറ്റി ഒരു 100% ആക്കിക്കൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴേക്കൊരു വര വരയ്ക്കുന്നു. വീണ്ടും ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ അതിന് കുറുകെ ഒരു വരയും കൂടെ വരയ്ക്കുന്നു, ഒരു കുരിശ് മാതിരി. ഓക്കെ, ഈ ലെയർ അങ്ങനെ കിടന്നോട്ടെ. ഇനി ഈ ലെയറിനെ നമ്മളൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. കൺട്രോൾ ജെ പ്രസ് ചെയ്തുകൊണ്ട് ഈ ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മിക്കുന്നു. അത് ലെയർ 1 കോപ്പിയാണ്. ഇതാ ഇവിടെ വന്നു കഴിഞ്ഞു. ആ ലെയറിനെ നമ്മളൊന്ന് ഒരു ഫിൽറ്റർ അപ്ലൈ ചെയ്യുകയാണ്. ആ ലെയർ ഇവിടെ സെലക്ഷനായി കിടക്കുകയാണ്. മെനു ബാറിൽ പോയിട്ട് ഫിൽറ്റർ, ബ്ലർ, ഗോഷ്യൻ ബ്ലർ, ഒരു ഗോഷ്യൻ ബ്ലർ അപ്ലൈ ചെയ്യുന്നു. ഒരു 3 പിക്സൽസ് ഗോഷ്യൻ ബ്ലർ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് ഈ 2 ലെയറും കൂടെ നമ്മൾ മെർജ് ചെയ്യുകയാണ്. മെർജ് ചെയ്യാനായിട്ട് ഒന്നുകിൽ ഈ 2 ലെയറും കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് 2 ലെയറിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ലെയറും സെലക്ട് ആവും. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മെർജ് ലെയേഴ്സ് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മുകളിലത്തെ ലെയർ സെലക്ട് ചെയ്തിട്ടുകൊണ്ട് കൺട്രോൾ ഇ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ലെയറും കൂടെ മെർജ് ആവും. ഇപ്പോൾ ഈ 2 ലെയറൂടെ മെർജായി ഒറ്റ ലെയറായിരിക്കുകയാണ്. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ഒരു സോഫ്റ്റ് ബ്രഷ് എടുക്കുന്നു. അതിൻ്റെ ഒപ്പാസിറ്റി ഒരു 20 ആക്കി നിശ്ചയപ്പെടുത്തുന്നു. എന്നിട്ട് ബ്രഷ് സൈസ് ഇതിൻ്റെ ഒരു മധ്യഭാഗം കവർ ചെയ്യുന്ന തരത്തിൽ ഈ 2 വരകളും കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ കൊണ്ടുവച്ചിട്ട് ഒരു മധ്യഭാഗം കവർ ചെയ്യുന്ന തരത്തിലൊരു ബ്രഷ് സൈസ് സെലക്ട് ചെയ്യുന്നു. അതിനായി ബ്രാക്കറ്റ്
സ്ക്വയർ ബ്രാക്കറ്റ് റൈറ്റ് വലതുവശത്തെ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷ് സൈസ് വലുതായി വരും. ഒരു ഈ സൈസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഫോർഗ്രൗണ്ട് കളർ വെള്ള വെച്ചുകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്യുന്നു. വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം, ആ ഒരു ഗ്ലോ എഫക്റ്റിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ എറേസർ എടുക്കുന്നു. എറേസറിൻ്റെ സോഫ്റ്റ് ബ്രഷ് സെലക്ട് ചെയ്ത് ഒപ്പാസിറ്റി ഒരു 60-70 ആക്കിയിട്ട് ഫ്ലോയും ഒരു 80 ആക്കിയിട്ടതിന് ശേഷം ഈ കുരിശിൻ്റെ വശങ്ങളിൽ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇതിൻ്റെ എഡ്ജ് മാഞ്ഞ് ഒരു മുന പോലെയാവുന്ന രീതിയിൽ. നാലെണ്ണത്തിനും അങ്ങനെ ചെയ്ത് കൊടുക്കും. അപ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു നക്ഷത്രം ഏകദേശമായി കഴിഞ്ഞു. ഇതിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് ഡ്രാഗ് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് ആവും. ആ രണ്ടാമതൊരു നക്ഷത്രത്തിന് ഒരു കുറച്ചുകൂടെ ഒരു തെളിമ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. അതിൻ്റെ മുകളിൽ തന്നെ അതിന് Ctrl J പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ തെളിച്ചം വന്നു. അതിന് ബ്ലെൻഡിങ് മോഡ് സ്ക്രീനാക്കി കൊടുക്കുക. അത് രണ്ടും കൂടെ ആ രണ്ട് ലെയറുകളും കൂടി മെർജ് ചെയ്യുക. Ctrl E പ്രസ് ചെയ്തിട്ട് ഇനി അതിനെ വേണമെങ്കിൽ നമുക്ക് സൈസ് ട്രാൻസ്ഫോം ചെയ്യാം, ആംഗിൾ മാറ്റാം, അപ്ലൈ ചെയ്യുന്നു, വീണ്ടും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നു. ഇനി ഇതിന് മറ്റൊരു നിറം കൊടുക്കണം എന്നുണ്ടെങ്കിൽ സെലക്റ്റിൽ പോയിട്ട് ഇമേജിൽ പോയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഹ്യൂ സാച്ചുറേഷൻ എടുത്ത് കളറൈസ് ഓൺ ചെയ്തിട്ടതിന് ശേഷം നിറം മാറ്റിക്കൊടുത്ത് ലൈറ്റ്നെസ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. മറ്റു നിറങ്ങളിലേക്ക് ഇത് മാറുന്നു. വീണ്ടും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇനി അതിന് മറ്റൊരു നിറം കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇമേജിൽ പോയി അഡ്ജസ്റ്റ്മെൻറ്റ് ഹ്യൂ സാച്ചുറേഷൻ ലൈറ്റ്നെസ് അല്പം കുറച്ചോണ്ടോ കൂട്ടിയിട്ടോ എടുക്കാം. ഇതിനെ നമുക്ക് എവിടെയാണോ അലങ്കരിക്കാൻ ഉപയോഗിക്കേണ്ടത് അവിടെയൊക്കെ മാറ്റാം. ഉദാഹരണത്തിന് ഒരു പുതിയ ടെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നു, ചുവപ്പ് കളറിലെ അല്ലെങ്കിൽ ഒരു പിങ്ക് കളറിലെ ഒരു ടെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നു. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോണ്ട് കൊടുക്കുന്നു. എന്നിട്ട് ഈ നക്ഷത്രങ്ങളെ അതിന് മുകളിലേക്ക് വിന്യസിച്ച് ഈ സ്റ്റാർ എന്ന് പറഞ്ഞ ചെയ്ത ടെക്സ്റ്റിനെ ഏറ്റവും താഴെയായിട്ട് കൊണ്ടുവരികയാണ്. മറ്റു ലെയറുകളുടെ നക്ഷത്രങ്ങൾ അതിന് മുകളിലേക്ക് വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് അടിസ്ഥാന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ കലാവിരുതും മനോധർമ്മവും അനുസരിച്ച് ഇതിൽ മറ്റു ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ ഇത് വളരെ മനോഹരമായിട്ട് ചെയ്യാവുന്ന ഒരു ചെറിയ സിമ്പിൾ ആപ്ലിക്കേഷനാണ്. എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ എഴുതുക. താങ്ക് യു.